തലശ്ശേരി മട്ടൻ ബിരിയാണി ഉണ്ടാക്കാം ഇന്ന്. അതിന് വേണ്ടിയിട്ട് അവിടെ 1 കിലോ മട്ടനാണ് എടുത്തേക്കുന്നത്. അതിലേക്ക് കുറച്ച് ഉപ്പും മഞ്ഞൾപ്പൊടിയും തൈരും ഇട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്ത് മാറ്റി വെക്കാം. പറ്റുമെങ്കിൽ ഒരു ഹാഫ് ആൻ അവർ വെക്കാം, ഇല്ലെങ്കിൽ നമ്മളെ മസാല ആകുന്നവരെ നമുക്ക് വെക്കാം. ഇനി അടുത്തത് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടാക്കുക. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ കഷ്ണം ഇഞ്ചിയും ഒരു 2 വലിയ വെളുത്തുള്ളിയും 5-6 പച്ചമുളകും കൂടി ഇട്ട് നന്നായിട്ട് പേസ്റ്റ് ചെയ്തെടുക്കാം. ഞാൻ മുളക് പൊടി യൂസ് ചെയ്യുന്നില്ല. നിങ്ങൾക്ക് എരിവ് കുറച്ചും കൂടി വേണമെന്നുണ്ടെങ്കിൽ 2 പച്ചമുളകും കൂടി അധികം എടുക്കാം. കുക്കറിലാണ് ഞാൻ മസാല ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് പേസ്റ്റും കൂടി ഇട്ട് അതൊന്ന് വഴറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 5 ഉള്ളി തിന്നായിട്ട് സ്ലൈസ് ചെയ്തതും അതിൻ്റെ കൂടെ ഒരു 5-6 ചെറിയുള്ളിയും കൂടി ഇട്ട് നന്നായിട്ട് വഴറ്റി ഒരു ബ്രൗൺ കളർ ആകുന്നത് വരെ വഴറ്റി കൊടുക്കുക. ഇനി 5 തക്കാളി സ്ലൈസ് ചെയ്തതും കൂടി ഇട്ട് തക്കാളി ഒന്ന് വഴണ്ട് വന്നു കഴിഞ്ഞാൽ പൊടികളായിട്ട് കുരുമുളക് പൊടിയും ഗരം മസാലയും മാത്രമേ ഇടുന്നുള്ളൂ. കുരുമുളക് പൊടി 1 ടേബിൾ സ്പൂണോളം ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് മട്ടൺ ഇട്ട് കൊടുക്കാം. മട്ടൺ ഇട്ട് നന്നായിട്ടൊന്ന് വഴറ്റി മല്ലിച്ചപ്പും പുതിനയും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ആവശ്യത്തിന് വെള്ളവും കൂടി ഒഴിച്ച് കുക്കർ മൂടിയിട്ട് 6-7 വിസിലായി കഴിഞ്ഞാൽ തുറന്നു നോക്കാം. മട്ടൻ്റെ വേവ് അനുസരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞേക്കുന്നത്. നിങ്ങൾക്ക് വേവില്ലാത്ത മട്ടൺ ആണെങ്കിൽ ഒരു 4-5 വിസിലുകൊണ്ട് ആവുമായിരിക്കും. അപ്പം നമ്മളെ മട്ടൻ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. വെള്ളം കുറച്ച് അധികം ആയതുകൊണ്ട് ഞാൻ വേറൊരു പാത്രത്തിൽ നിന്ന് ഒന്ന് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ദമ്മിടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. റൈസ് ആക്കുന്ന വീഡിയോ എടുക്കാൻ വിട്ടുപോയി. കാരണം ഞാൻ മസാല ആക്കുന്നതും അമ്മയാണ് റൈസ് ആക്കുന്നതും. അപ്പോൾ ആ ഒരു തിരക്കിൽ അമ്മ പെട്ടെന്ന് റൈസ് ആക്കി. പിന്നെ നമുക്ക് ദമ്മിടാം. അതിന് വേണ്ടിയിട്ട് അടിയിൽ ഒരു ലെയർ മസാല ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇട്ടു. കുറച്ച് ഗരം മസാലയും ഞാൻ കളറിന് വേണ്ടിയിട്ട് കുറച്ച് റോസ് വാട്ടറും ലെമൺ ജ്യൂസും കൂടി മിക്സ് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞൾ പൊടി ഇട്ടിട്ട് അതൊന്ന് ഇട്ട് കൊടുത്ത് കുറച്ച് മല്ലിച്ചപ്പും പുതിനയും കുറച്ച് നെയ്യും കൂടി ഇട്ട് അതിൻ്റെ മുകളിൽ മട്ടൻ്റെ മസാല ഇട്ട് റൈസ് പിന്നെ ഇട്ടിട്ട് ഇതേ സ്റ്റെപ്സ് ഫോളോ ചെയ്യുക. അപ്പം നമ്മളെ തലശ്ശേരി മട്ടൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്, കൂടുതൽ മസാലയൊന്നും ഇല്ലാണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.